ഒരു ദിവസം 70,000 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഇതിനേക്കാൾ ഏറെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 95% ഇന്ത്യക്കാരും ചെറുതും വലുതുമായ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതിനൊരു പ്രധാന കാരണം മറ്റൊന്നുമല്ല, അമിതമായ ചിന്തകൾ മാത്രമാണ്. അമിതമായ ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നത് ചെറുതും വലുതുമായ പ്രശ്നങ്ങളാണ്. എന്നാൽ ഞാൻ പറയട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് അതല്ലെങ്കിൽ ഒരു കാലാവധി ഉണ്ട്. പിറകോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നാളെ എന്താകുമെന്ന് വിചാരിച്ച് ഉറക്കമളച്ച് കിടന്ന ഒരുപാട് രാത്രികൾ നമുക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ ജീവിതത്തിൽ ഒരു അധ്യാപകനോടുള്ള പ്രത്യേകതരം പേടിയോ അതല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ അടിയോ ഹോംവർക്കോ എല്ലാം ആയിരുന്നു നമ്മെ അന്ന് പ്രധാനമായി അമിതമായ ചിന്തകളിലേക്ക് നയിച്ചിരുന്നത്. ഇന്ന് അതെല്ലാം ആലോചിക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരി മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്, അല്ലേ? ജോലി ആയാലും ബിസിനസ് ആയാലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും അതിൻ്റെ എല്ലാം പരിപൂർണമായ ഉത്തരവാദിത്വം നമ്മുടെ കൈകളിലല്ല. പക്ഷേ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും നിയന്ത്രണം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇനി ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കും. നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അടുത്തുള്ള നമ്മോട് ബന്ധപ്പെട്ടവരുടെ ആറ്റിറ്റ്യൂഡിനെയും അത് ബാധിക്കും. അങ്ങനെ അവർ നല്ല ആറ്റിറ്റ്യൂഡിൽ വന്നാലും അവരുടെ ബിഹേവിയർ നമ്മൾ കാരണം നെഗറ്റീവ് ആവും. അങ്ങനെ നമ്മൾ ഒരാൾ കാരണം ടോട്ടൽ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ആവുന്നത്. ഇതുണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിലെ കണക്ഷൻസ് എല്ലാം കട്ടായി പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ഭാഗം ചുരുങ്ങിപ്പോകുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല, സാമൂഹികമായ പരമായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്താനുള്ള കഴിവ് നമ്മളിൽ നിന്ന് പോകുന്നു. ഇത് നമ്മെ നയിക്കുന്നതോ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസായ അൽഷിമേഴ്സ്, ഡിപ്രഷൻ എന്നിവയിലേക്കാണ്. ഇത്രയൊക്കെ ആണെങ്കിൽ കൂടി അമിതമായ ചിന്തകളെ നമുക്ക് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? ഇതിന്റെ പ്രധാന കാരണം എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിലുള്ള വലിയ ഗ്യാപ്പാണ്. എക്സ്പെക്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ആ റിയാലിറ്റിയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ എപ്പോഴും റെഡി ആയിരിക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ആക്സെപ്റ്റിംഗ് സൈഡാണ്. നമ്മൾ എന്തായാലും അംഗീകരിക്കണം. നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. എങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം നമ്മൾ അമിതമായി ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനോട് പറയാൻ പറ്റും, യെസ്, നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ എണീക്കുമ്പോൾ 5 പോസിറ്റീവെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. അതൊരു പക്ഷേ നമ്മെ സ്നേഹിക്കുന്ന ആളുകളുടെ മുഖമാവാം, നമ്മുടെ ജീവിതത്തിലെ തമാശകളാവാം, അതല്ലെങ്കിൽ നമുക്ക് മുമ്പെങ്ങോ നമ്മുടെ കുടുംബങ്ങളുടെ കണ്ണ് നിറയിപ്പിച്ച അല്ലെങ്കിൽ തുറപ്പിച്ച ഒരുപാട് നല്ല സംഭവങ്ങൾ നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്പോർട്സിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച നിമിഷവും നമുക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പോസിറ്റീവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പതുക്കെ ദിനം തോറും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് ഫുള്ളായിട്ട് പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. പോസിറ്റീവായ ഒരു മൈൻഡിനെ ഒരിക്കലും ഓവർ തിങ്കിങ്ങിന് കീഴ്പ്പെടുത്താൻ കഴിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കുന്നതും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതും ഒരു പരിധിവരെ അമിതമായ ചിന്തകളെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്തെന്ന് വെച്ചാൽ അത് ഏറ്റവും സ്ട്രോങ് ആക്കുന്നതും വീക്ക് ആക്കുന്നതും നമ്മുടെ ചിന്തകൾ മാത്രമാണ്. നിങ്ങൾ ചൂടുവെള്ളത്തിലകപ്പെട്ട ഒരു തവളയുടെ കഥ കേട്ടിട്ടുണ്ടോ? ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു തവളയിട്ടാൽ അതിനൊന്നും സംഭവിക്കില്ല. ചൂടനുസരിച്ച് സ്വന്തം ശരീരത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആ ജീവിക്കുണ്ട്. പതുക്കെ നമ്മൾ എത്ര ടെമ്പറേച്ചർ കൂട്ടിയാലും അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം വെള്ളം നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് അഥവാ തിളക്കാറാവുമ്പോൾ അത് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ അതിന് കഴിയില്ല. കാരണം അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം രക്ഷപ്പെടാനുള്ള കഴിവ് അതിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് നമ്മിൽ ചിലർ ഓർമ്മ വന്നു. നമ്മളെല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആർക്കും വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. നമ്മളെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ചൂഷണം ചെയ്യാൻ ആർക്കെങ്കിലും നമ്മൾ അവസരം നൽകിയാൽ അവരത് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അഡ്ജസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ തീരുമാനിക്കണം എപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം, എപ്പോൾ ജമ്പ് ചെയ്യണം. തീരുമാനം നമ്മളുടേത് മാത്രമാണ്. തവളകളെ പോലെ ജീവിച്ച് സകല വിഷാദ രോഗങ്ങൾക്കും അടിമയായിട്ട് ജീവിതം തീർക്കണം, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കണം. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും ഒരിക്കലും മടിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ ഓർ നെവർ.